ഇന്റർനാഷണൽ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ കരുവാരകുണ്ടുകാരിയായ നാജിയ എന്ന പ്രതിഭയാണ് ഇന്ന് കേനൂസിനൊപ്പമുള്ളത്. നാജിയ, എന്നാണ് ഇങ്ങനെ ഒരു മെഹന്തിയിലേക്ക് താല്പര്യം തോന്നിയത്? മെഹന്തി ഡിസൈനിങ് പഠിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ചെറുപ്പം മുതൽ തന്നെ ഇങ്ങനെ വരക്കും. മൈലാഞ്ചി എപ്പോൾ കണ്ടാലും അതെടുത്തിട്ടൊന്ന് വരച്ച് നോക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് സ്പീഡാണ് എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടാവാറുണ്ട്. പെട്ടെന്ന് മെഹന്തി ഇടും എന്നുള്ളൊരു അങ്ങനെ പറയാറുണ്ട്. അപ്പം ഞാനിങ്ങനെ ഓരോ റെക്കോർഡ്സിൻ്റെയും കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ ഓരോന്ന് കാണുമ്പോൾ എന്തുകൊണ്ട് നമുക്കത് അച്ചീവ് ചെയ്തുകൂടാന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് അപ്ലൈ ചെയ്യാം എന്നായിരുന്നു കരുതിയത്. പക്ഷേ അത് അപ്ലൈ ചെയ്തപ്പോൾ അത് ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡായി. പിന്നെ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ സ്കൂളിലായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യാം ചിന്തിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 5 ഡേ അവരോട് ഞാനൊരു ഇത് പറഞ്ഞെങ്കിലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് 5 മണിക്കൂർ കൊണ്ട് 27 അടി നീളം തീർക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേങ്കിൽ അതിൽ ടൈം നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റിയില്ല. കാരണം നമുക്ക് വീഡിയോ എടുത്ത് തരാനോ ഒന്നും ആളുണ്ടായിരുന്നില്ല. ഞാൻ തന്നെ മെഹന്തി ഇടുക, വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ നമുക്കത് ആ ഒരു ടൈം അതിൽ മെൻഷൻ ചെയ്യാനേ പറ്റിയില്ല. പിന്നെ വേൾഡ് ലോങ്സ്റ്റ് മെഹന്തി എന്ന രീതിയിൽ നമുക്കത് എടുക്കാമെന്ന് നമുക്കിതിന് ഗൈഡ് തരുന്ന പ്രിൻസ് ദത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആളുണ്ട്. അദ്ദേഹം പഞ്ചാബിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ആയിരുന്നു. അപ്പോൾ വാട്സപ്പ് വഴിയാണ് കമ്മ്യൂണിക്കേഷനൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വേൾഡ് ലോങ്സ്റ്റ് മെഹന്തി എന്നതിൽ അത് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഞാൻ ഒരു ദിവസം 5 മണിക്കൂർ മാത്രം തന്നെ അതിന് വേണ്ടിയിട്ട് എല്ലാ പ്രോസസ്സിങ്ങും കാര്യങ്ങളുമായിട്ട് 5 മണിക്കൂർ തന്നെ എടുത്തിട്ടുള്ളൂ. പക്ഷേങ്കിൽ ഈ 5 മണിക്കൂർ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു മൈനസ് അവിടെ വന്നു. എങ്കിലും വേൾഡ് ലോങ്സ്റ്റ് മെഹന്തി എന്നതിൽ നമുക്കിതിന് ഇങ്ങനെ അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു. നമുക്കിടയിൽ ജീവിക്കുന്നവരിൽ വ്യത്യസ്തമായ കഴിവുകളുള്ള ഒട്ടേറെ മനുഷ്യരുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും കുറഞ്ഞത് ഒരു അതുല്യമായ ഗുണമോ വൈദഗ്ധ്യമോ ഉണ്ടെന്നതാണ് വസ്തുത. അതവരെ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തരാക്കുന്നുമുണ്ട്. അത്തരം കഴിവുകൾ സ്വയമേവയോ മറ്റുള്ളവരാലോ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും അത് പ്രകടിപ്പിക്കാനും കഴിയുന്നതോടെ ലോകം സല്യൂട്ട് ചെയ്ത് അത് അംഗീകരിക്കുമെന്നതിൻ്റെ പ്രകടമായ തെളിവാണ് നാജിയയ്ക്ക് ലഭിച്ച ഈ ലോക റെക്കോർഡ്. ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അതുല്യരായ ആളുകൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദി നൽകുകയും ഒരു പടി കൂടി മുന്നോട്ടു പോകാൻ അവരെ പ്രേരിപ്പിക്കുകയും ഒപ്പം മറ്റുള്ള മനുഷ്യരെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മികച്ച മാനുഷിക നേട്ടങ്ങൾ മുതൽ എല്ലാ തരത്തിലുമുള്ള ശ്രദ്ധേയമായ റെക്കോർഡുകൾ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ സമാഹരിച്ച് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. 27 അടി നീളമുള്ള ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ മെഹന്തി ഡിസൈനിനാണ് നാജിയയ്ക്ക് ഈ ലോക റെക്കോർഡ് ലഭിച്ചിരിക്കുന്നത്. കരുവാരകുണ്ടുകാരിയായ നാജിയയുടെ ഈ മികച്ച നേട്ടം www.internationalbooksofrecords.com എന്ന സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. ലോക റെക്കോർഡുകൾ രേഖപ്പെടുത്തുന്ന പുസ്തകത്തിലും അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരു ഇന്റർനാഷണൽ റെക്കോർഡിലെ ഒരു അംഗീകാരം അത് ഈ കരുവാരകുണ്ടിലേക്ക് കൊണ്ടുവന്നത് ഈ നാട് ശരിക്കും അഭിമാനം കൊള്ളുന്നു. പക്ഷെ എന്താണ് അപ്പോൾ തോന്നിയത്? ഇപ്പോൾ ഞാനൊരു 7 ഇയേഴ്സായിട്ട് വീട്ടമ്മയാണ്, പഠിക്കുകയാണ്, അതോടൊപ്പം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റും എന്നുള്ളൊരു ഇൻസ്പിറേഷൻ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഞാൻ ചിന്തിച്ചത്. അപ്പോൾ ഞാൻ തന്നെ സ്റ്റാറ്റസ് ഇടും, പല കാര്യങ്ങളും സ്റ്റാറ്റസ് ഇടുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്നോട് ചോദിക്കലുണ്ട് എനിക്ക് എപ്പോഴാണ് അതിനൊക്കെ ടൈം കിട്ടുന്നത്, ഇങ്ങനെയൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തും നമ്മൾ വിചാരിച്ചാൽ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം, അതിൻ്റെ ഇതിൽ നിന്നാണ് നമുക്ക് ഈ ഒരു തോട്ട് വന്നത്. ഈ പ്രവർത്തനങ്ങൾക്ക് മറ്റുള്ളവരും സഹായിച്ചിട്ടുണ്ടാവുമല്ലോ. ഇതിന് പ്രചോദനമായതും പ്രോത്സാഹനമായതുമൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ. നമ്മളോട് എന്തെങ്കിലും നീ അത് ചെയ്തോ എന്ന് പറയുന്നതിലേറെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നോ എന്ന് പറയാതിരിക്കാൻ ആളുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം എന്നാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. നീ അത് ചെയ്തോ എന്ന് പറയാൻ എന്നോട് ചിലപ്പോൾ ആരും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ നോ എന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ കൂടി അതിൻ്റെ പോസിറ്റീവ്സ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പാരൻസ്, ഉമ്മ, അപ്പ, പിന്നെ രണ്ട് ഫാമിലിത്തെ പാരൻസും 2 ഫാമിലിയിൽ നിന്നും നല്ല സപ്പോർട്ടാണ് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും. പിന്നെ മക്കളെയൊക്കെ നോക്കുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ 2 ഉമ്മമാരും
ഇതിൻ്റെ കൂടെ കട്ടക്ക് സപ്പോർട്ടായി നിന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടം വരെ എത്തിയത്. ഒരുപാട് സമയവും അതിലേറെ അധ്വാനവും ഇതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ടാവും. വലിയ ഒരു അംഗീകാരം നേടിയെടുക്കുന്നത് കാണുന്നവർക്ക് അത് വലിയ ഒരു നിസ്സാരമായിട്ട് തോന്നാമെങ്കിലും വലിയ റിസ്ക് എടുത്തിട്ടുണ്ടാവും ഇതിനു വേണ്ടിയിട്ട്. അതിനെക്കുറിച്ച് കൂടി ഒന്ന്. റിസ്ക് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ടൈം. നമ്മളൊരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ പല ആളുകൾക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഫാമിലി നിന്നുകൊണ്ട് മക്കളെ കാര്യങ്ങൾ, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ, ഇവർക്കൊന്നും ഒരു പ്രയാസവും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മളത് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ്. ചിലപ്പോൾ കാണുന്ന ആളുകൾക്ക് ഇതൊരു മൈലാഞ്ചി ഇട്ടൊക്കെയാണ് എന്ന് തോന്നിയേക്കാം. പക്ഷേങ്കിൽ ഞാൻ സ്കൂൾ വിട്ട് വന്ന് 5 മണിക്കാണ് ഇത് ചെയ്യാൻ നിൽക്കുന്ന ദിവസം 5 മണിക്കാണ് ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തത്. 5 മണി തൊട്ട് 6 മണി വരെ ഞാൻ ചെയ്ത് ബാക്കി ഒരു 8 മണിയോളം വീട്ടിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ സമയം ചെലവഴിച്ചു. അതിനുശേഷം വീണ്ടും അവരൊക്കെ ഉറങ്ങിയതിന് ശേഷമാണ് വീണ്ടും ഞാനിത് കണ്ടിന്യൂ ചെയ്തങ്ങാണ്ട്. അപ്പോൾ രാത്രി ഉറക്കമൊഴിച്ച് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. നാജിയയ്ക്ക് ലഭിച്ച ഈ ബഹുമതിയിൽ ഓരോ കരുവാരകുണ്ടുകാരനോടുമൊപ്പം മലപ്പുറം ജില്ലയ്ക്കും കേരളത്തിനും മലയാളികൾക്കെല്ലാം ഇത് അഭിമാനകരമാണ്. കരുവാരകുണ്ട് പുൽവട്ടയിലെ ചാലിൽ മുഹമ്മദ് എന്ന കാക്കുപ്പയുടെ മകൻ ഷമീറിൻ്റെ ഭാര്യയാണ് നാജിയ. ഇന്ന് നാജിയയോടൊപ്പം തന്നെ കരുവാരകുണ്ടുകാരും സന്തോഷിക്കുകയാണ്. 3 മക്കളുടെ മാതാവായ നാജിയ നമ്മുടെ കരുവാരകുണ്ടിലേക്ക് ഇങ്ങനൊരു ഇൻ്റർനാഷണൽ റെക്കോർഡ്സിലെ അംഗീകാരം അവർ സല്യൂട്ട് ചെയ്തുകൊണ്ട് ഉള്ള ഒരുപാട് രേഖകൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കാണാൻ അവസരം തന്ന നാജിയയോട് കെ ന്യൂസ് നന്ദി പറയുന്നു. അറിഞ്ഞോ, കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം. +2 കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു. ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റും നേടാം. ആഴ്ചയിൽ 1 ദിവസം ജോലിയും വരുമാനവും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം. 20,000-ഓളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു. ബീസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും. കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക. ബീസ്മാർട്ട് അബാക്കസ് 9447164411.